ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 സെപ്റ്റംബർ 9 തിങ്കളാഴ്ചയാണ്. ഒരാഴ്ചയുടെ തുടക്കമാണ്. അതേപോലെ മിഡ് ക്യാപ്പിൻ്റെയും ബാങ്ക് എക്സിൻ്റെയൊക്കെ എക്സ്പയറി ദിവസം കൂടിയാണ്. നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്ന്. ആദ്യമായിട്ട് ഉള്ളത് നിഫ്റ്റി ഒരു കറക്ഷനിലേക്ക് പോവുകയാണെന്ന് തോന്നുന്നു. കാരണം ഒരു ബെയറിഷ് ഓപ്പണിംഗ് ആണ് ഇന്നത്തേതടക്കം സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതെപ്പോൾ തിരിച്ചു കയറി വരും എന്നുള്ളതാണ്. ഈ ഒരു ദിവസത്തെ നെഗറ്റീവ് മൂവ്മെൻറ്റ് കഴിഞ്ഞ് നാളെ തിരിച്ചു കയറി വരുമോ അല്ല ഫർദർ താഴോട്ട് പോകുമോ എന്നൊക്കെയുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇൻട്രാഡേ ചെയ്യുന്നവർക്കായിട്ട് സ്റ്റോക്കുകൾ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണ്. സുസ്ലോൺ എനർജി, സ്പൈസ് ജെറ്റ്, ഓല ഇലക്ട്രിക്, മെസ്ഗോൺ ഡോക്ക്, ഗാല പ്രിസിഷൻ എഞ്ചിനീയറിംഗ്, ഇത്രയും സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് കണ്ടത്. ഈ ആഴ്ച നമുക്ക് 13 IPOs വരുന്നുണ്ട്, 8 ലിസ്റ്റിംഗ് വരുന്നുണ്ട്, അതേപോലെ 5 അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. അതെല്ലാം തന്നെ ഒരു സംഭവബഹുലമായ ഒരാഴ്ചയാണ് വരാൻ പോകുന്നത്. അതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ന്യൂസ് ഇന്ന് വായിക്കാൻ പറ്റിയത് നമുക്ക്, അതായത് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതും ഓരോ ജോലിയിലും അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് അവരുടെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ശരിക്കുള്ള ബുദ്ധിശക്തി അല്ലെങ്കിൽ ബുദ്ധിമാന്മാരെ ഇനി ഒരിക്കലും ലോകത്ത് കിട്ടില്ല എന്നുള്ള ഒരു സത്യാവസ്ഥ കൂടി ഒരു പഠന റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അതായത് മുമ്പ് ഐൻസ്റ്റീനെ പോലെ അങ്ങനെയുള്ള വളരെ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ആൾക്കാർ ഇനി നമ്മുടെ ലോകത്ത് ഉണ്ടാവില്ല. ഓരോരുത്തരും അവർക്ക് കൊടുത്ത ജോലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് അവർ പരിപാടി തീർത്ത് അവർ വീട്ടിൽ പോകും, അവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകും. അല്ലാതെ സ്വയം ആലോചിച്ച് പുതിയ പുതിയ കണ്ടെത്തലുകൾ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ആൾക്കാർ ഇനി കുറഞ്ഞു വരും എന്നുള്ളതാണ് ഈ ഒരു പഠന റിപ്പോർട്ട് കാണിക്കുന്നത്. കാരണം ഒരു വിധത്തിലും സ്വന്തം ബുദ്ധി ഉപയോഗിക്കാതെ തന്നെ സ്വന്തം ജോലി ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ എന്തെങ്കിലും ഒന്നുകിൽ ഏതെങ്കിലും രീതിയിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു മനസ്സുള്ളവരായിരിക്കും ഇനി കൂടുതലായിട്ട് കണ്ടെത്താൻ സാധിക്കുക എന്നാണ് പറയുന്നത്. സോ നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ഇനി കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ചരിത്രത്തിലുള്ളവരെ ആയിരിക്കും ഇനി വരുന്ന കുട്ടികൾ പഠിക്കുക. അതല്ലാതെ പുതിയ തലമുറയിലുള്ള ആൾക്കാരെ ഇത്തരം ശാസ്ത്രീയമായ കണ്ടുപിടുത്തം അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങളിലേക്ക് ഇനി ആൾക്കാരധികം ഉണ്ടാവില്ല. അത്തരം പ്രവണതകൾ വളരെയധികം കുറഞ്ഞു പോകും എന്നാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത്. മനുഷ്യന് ചിന്തിക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഏതൊരു പുതിയ കാര്യം ലോകത്ത് വരുമ്പോൾ ഒരു വിപ്ലവം നടക്കും. അത് ചിലപ്പോൾ ആ ഒരു സമൂഹത്തിന് തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷെ ചിലത് ഇതേപോലെ ഭയങ്കരമായിട്ട് ആ സമൂഹത്തെ പിന്നോട്ട് നയിക്കുന്നതായിരിക്കും. ഇപ്പം നമുക്ക് ചിന്തിക്കുമ്പോൾ AI ഉണ്ടായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏത് ജോലിയും ആർക്കും ചെയ്യാമെന്നൊരു ധൈര്യം കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു ജോലിയിലും ഒരാളും ടാലൻറ്റഡ് ആയിരിക്കില്ല. ഇനി എല്ലാ ജോലിയും എല്ലാവർക്കും ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു ജോലിയിലും ഒരാൾക്കും കഴിവുണ്ടാവില്ല, സ്വന്തമായിട്ട് കഴിവുണ്ടാവില്ല. AI സഹായത്തോടുകൂടി ആ കൊടുത്ത ജോലി അയാൾ ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നാണ് രാവിലെ തന്നെ വായിക്കാൻ പറ്റി. എനിക്കത് എന്തോ ഒരു വിഷമം ഉണ്ടാക്കുന്നത് പോലെ തോന്നി. കാരണം ഇത് നല്ലൊരു പരിപാടിയാണ് AI, പക്ഷെ മനുഷ്യബുദ്ധിയെ താഴോട്ടാണ് നയിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു വിഷമത്രേ ഉള്ളൂ. കോപ്പി ട്രേഡിലുള്ള അപ്ഡേറ്റ് ഞങ്ങൾ സ്റ്റോക്ക് ഓപ്ഷൻസും അതേപോലെ ഇൻഡെക്സ് ഓപ്ഷൻസും ഇൻട്രാഡേയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ദെൻ ഒരുപാട് പുതിയ അപ്ഡേറ്റ്സുമായിട്ടാണ് ഈ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി ബ്ലഡ് ബാത്താണ്, യൂറോപ്യൻ മാർക്കറ്റും ബ്ലഡ് ബാത്താണ്. രണ്ടിലും നല്ല രീതിയിലുള്ള ഫോള് വന്നിട്ടുണ്ട്. ഡോ ജോൺസിൽ 1%, S&P 500 1.73%, നസ്ദാക്ക് 2.55%. ദെൻ യൂറോപ്യൻ മാർക്കറ്റിലാണെങ്കിൽ എല്ലാം തന്നെ 1% കൂടുതൽ താഴെ പോയിട്ടുണ്ട്. STI ഒഴികെ ബാക്കി എല്ലാം തന്നെ റെഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ STI തന്നെ ഒരു ബ്രേക്ക് ഇവനായിട്ടാണ് നിൽക്കുന്നത്. ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇതും ചിലപ്പോൾ റെഡായിട്ട് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ, ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ ക്ലോസ് ചെയ്ത് 24,927 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 24,783 144 പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. കറന്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 24,842. അതായത് ഓപ്പണായ സ്ഥലത്ത് നിന്നും
59 പോയിന്റ് മുകളിലായിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. പക്ഷേ ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. 100 പോയിന്റോളം താഴെയാണ് ഇപ്പോഴും ട്രേഡിംഗ് നടക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ മുകളിലോട്ട് പോകുന്ന അല്ലെങ്കിൽ സൈഡ് വൈസ് പോകുന്ന ഒരു മാർക്കറ്റായിരിക്കും നമുക്ക് ഇന്ന് കിട്ടാൻ സാധ്യതയുള്ളത്. ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ജപ്പാൻ GDP ഗ്രോത്ത് അനലൈസ്ഡ് ഫൈനൽ അതിൻ്റെ ഡാറ്റയുണ്ട്. ചൈന ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, ചൈന PPI ഇയർ ഓൺ ഇയർ. ഇത്രയും ഡാറ്റകളാണ് ഇന്ന് വരാനുള്ളത്. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളൊന്നും തന്നെ ഇന്ന് അപ്ഡേറ്റ്സ് വന്നിട്ടില്ല. F&O ബാനിൽ വന്നിരിക്കുന്നത് ആദിത്യ ബിർള ഫാഷൻസ്, ബാലറാം ചിനി മിൽസ്, ബന്ധൻ ബാങ്ക്, ബയോകോൺ, ചമ്പൻ ഫെർട്ടിലൈസേഴ്സ്, ഹിന്ദ് കോപ്പർ, RBL ബാങ്ക്. ഹിന്ദ് കോപ്പർ ഇന്നും അതിപ്പം എല്ലാ ദിവസവും ഹിന്ദ് കോപ്പർ ഇതിനകത്തുണ്ട്. ABFRലും മിക്ക ദിവസങ്ങളിലും ഉണ്ട്. എക്സ്പയറിയുടെ നെക്സ്റ്റ് ഡേയിൽ മാത്രമാണ് ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത്. ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 620 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2121 കോടിയുടെ ബൈയിങ്ങും ചെയ്തു. അങ്ങനെ 1500 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നത്. ഇതുവരെയായിട്ട് സെപ്റ്റംബർ മാസത്തിൽ 2030 കോടിയുടെ ബൈയിങ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 7442 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 9872 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇതുവരെയായിട്ട് മാർക്കറ്റിൽ നടന്നിരിക്കുന്നത്. ദെൻ ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 25,094 ഓപ്പണായി 241 പോയിന്റ് നഷ്ടത്തിൽ 24,852 ക്ലോസ് ചെയ്തത്. ദെൻ 5 ദിവസത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 481 പോയിന്റിൻ്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ ഈ സെപ്റ്റംബർ മാസത്തിൽ 481 പോയിന്റിൻ്റെ നഷ്ടമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ നോർമൽ CPR ആയിരുന്നു. അതേപോലെ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല. ഇന്നും നിഫ്റ്റിയിൽ നോർമൽ CPR ആണ്. ഇന്ത്യ വിക്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 15.22 അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിക്സ് ആണ്. ഇൻട്രാഡേ ട്രേഡേഴ്സിന് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ സഹായിക്കുന്ന ഒരു വിക്സ് ആണ്. ചില സമയത്ത് ഒരു ഭയങ്കരമായിട്ട് മുള്ളുള്ള ക്യാൻഡിൽസ് വന്ന്, അതായത് ബോഡി ചെറുതും വലിയ വിക്കുള്ള ക്യാൻഡിൽസ് വരുന്നുണ്ട്. രാവിലത്തെ ഒരു അരമണിക്കൂർ ഒന്ന് വാച്ച് ചെയ്യുക. അങ്ങനെ മുള്ളുള്ള ക്യാൻഡിൽസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നേ ദിവസം ട്രേഡിംഗ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം വിക്സ് ഈ രീതിയിൽ കയറി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ്. ചില ദിവസങ്ങളിൽ ഒരു രീതിയിലും പ്രോഫിറ്റ് എടുക്കാൻ പറ്റാതെ ബോഡി ചെറുതായിരിക്കും. 1 മിനിറ്റ് ക്യാൻഡിൽ നോക്കിയാലും ഒരു 40-50 പോയിന്റിന്റെ വിക്ക് ഉണ്ടാവും, 10 പോയിന്റിന്റെ ബോഡി ആയിരിക്കും ഉണ്ടാവും. എല്ലാ ക്യാൻഡിൽസും ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു മീമുള്ളു പോലെ തോന്നുന്ന ക്യാൻഡിൽസ് ആദ്യത്തെ ഒരു മണിക്കൂർ നേരം കാണുന്നുണ്ടെങ്കിൽ, ഒരു അരമണിക്കൂർ കാണുന്നുണ്ടെങ്കിൽ അന്ന് ട്രേഡിംഗ് ഒഴിവാക്കുന്നത് നല്ലൊരു തീരുമാനമായിരിക്കും. പുട്ട് കോൾ റേഷ്യോ നിഫ്റ്റിയുടേത് 0.61 ആണ് വന്നിരിക്കുന്നത്. 27,000 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉള്ളത്. 75 ലക്ഷമാണ് ഇത് വന്നിരിക്കുന്നത്. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് 24,500 50 ലക്ഷം വന്നിട്ടുണ്ട്. ഓവറോൾ PCRന്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ 0.61 എന്ന് പറഞ്ഞാൽ ക്ലിയർലി അതൊരു ബെയറിഷ് മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. ദെൻ ഇന്ന് മിഡ് ക്യാപ്പിന്റെ എക്സ്പയറി ആണ്. അപ്പോൾ എക്സ്പയറി ദിവസത്തെ ട്രേഡുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ഹൈനേക്കാളും വളരെ താഴെയായിരിക്കും എന്ന് പറയുന്നു. അതുപോലെ ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ലോനേക്കാളും വളരെ താഴെയായിരിക്കും. അതായത് ഒരു ബെയറിഷ് മൂവ്മെന്റ് വരും എന്നാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ ഇന്നത്തെ ഡേ ഹൈ മോസ്റ്റ് പ്രോബബ്ലി 13,164 ഡേ ഹൈയും 12,968 ഡേ ലോയും ആയിരിക്കും. അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ അച്ചീവ് ചെയ്യും. മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് തോന്നുന്നു നമ്മൾ 12,968 ലെവലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മുകളിലോട്ട് പൊങ്ങാനാണ് സാധ്യത. മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഒരു ബെയറിഷ് മൂവ്മെന്റ് ആണ്. ഓപ്പണിംഗ് മുകളിൽ വന്നിട്ട് താഴോട്ട് പോകുന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ ട്രെൻഡ് കണ്ടിട്ട് നമ്മൾ താഴെ ഓപ്പൺ ആയിട്ട് മുകളിലോട്ട് വരും എന്നാണ് തോന്നുന്നത്. ഇന്നലത്തെ താഴെ തന്നെ ആയിരിക്കും ഇന്നത്തെ ക്ലോസിംഗ് വരിക. പക്ഷേ ഒരു ഗ്രീൻ ക്യാൻഡിലിൽ ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. ദെൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് വലിയ സംഭവങ്ങളൊന്നും തന്നെ പറയാനില്ല. ബാക്കി ഗ്ലോബൽ ക്യൂസിൻ്റെ അനുസരിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരും. അതിനുശേഷം മാർക്കറ്റ് എങ്ങോട്ടാണോ പോകുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഓൾറൈറ്റ്, ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ളത്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.